ചെയ്യാൻ പോകുന്നത് ഒരു ലിവർ ഫ്രൈ ആണ്. ലിവർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1 കിലോ കരളാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റായി വെള്ളം പോകാനായിട്ട് വെച്ചിട്ട്. ഇനി ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കരള് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമാണ്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് ഉപ്പ്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് വെള്ളം. നിറച്ച് ഞാൻ എടുത്തിട്ടില്ല, കാരണം കരളായതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്യരുത്. അത് നമുക്ക് അവസാനം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റിന് കിട്ടത്തില്ല. നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കാം. ഞാൻ 1/4 ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് 1/4 ഗ്ലാസ് പോലും വെള്ളം എനിക്ക് വേണ്ടി വന്നില്ല. ഇച്ചിരി വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. കൂടി പോവരുത് ഒരു കാരണവശാലും. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളിനിയും കരളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ല ചൂട് കട്ടിയുള്ള ഇച്ചിരി വിസ്താരമുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചി മൂക്കണം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാം ഓരോ സ്പൂണ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് എല്ലാം ഒരു 1/2 സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് മെയിൻ ഒരു സാധനം ചേർത്തിട്ടില്ല, കുരുമുളക് പൊടി. അതാണ് നമ്മുടെ ലിവർ ഫ്രൈയുടെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം. അപ്പം ഞാൻ ഈ മസാലയൊക്കെ ഇട്ടതിന് ശേഷം സവാള ഇട്ടത് സവാളയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമ്മളിനിയും വേവിച്ച് വെച്ചിരിക്കുന്ന കരള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നല്ല വിസ്താരമുള്ള പാത്രത്തിൽ എടുക്കണമെന്ന് പറയുന്നത് ഈ കരള് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വിസ്താരമുള്ള പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ഇനി ഇത് ആ ചാറ് പറ്റുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കുക. അപ്പം നിങ്ങളുടെ എരിക്കനുസരിച്ചൊക്കെ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പം ഇതിപ്പോൾ കണ്ടോ, വെള്ളം ഇങ്ങനെ ഇറങ്ങും. ആ വെള്ളം നമ്മൾ കുക്കറിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ തന്നെ അത് വെള്ളം കളയരുത്. വെള്ളം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ലിവർ ഫ്രൈയുടെ ചാറെല്ലാം പറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പം ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ഒരു ഫ്രൈ വരുന്നത്. ഒരു ടീസ്പൂൺ കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ. ഇതിപ്പം നമുക്ക് വലിയ എരിവെന്നൊന്നും പറയാനില്ല. അപ്പം നമുക്ക് കുറച്ച് എരിവ് കൂടെ വേണമല്ലോ. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം മതി. ഇനിയിപ്പം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കണം. ഇവിടെ പെപ്പർ പൗഡർ ഇടുമ്പോഴാണ് അതിൻ്റെ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. മുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ തന്നെ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പം ഒന്നോടൊന്ന് പറ്റാതെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമേലാണ് വെച്ചിരിക്കുന്നത്. കരളിന് ഒരു അല്പം എരിയൊക്കെ വേണം, എന്നാലാണ് അത് കഴിക്കാൻ നല്ലൊരിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും ഇട്ടില്ല എങ്കിൽ തന്നെയും, പൊടികളൊന്നും ഇട്ടില്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ച് നമുക്ക് ഫ്രൈ ചെയ്താലും വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ. അത് നമുക്ക് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കഴിക്കാൻ നേരം കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ.